നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് സ്വതന്ത്രനായിട്ടായിരിക്കണമോ അല്ലാതെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് രാഹുൽ അല്ല, പകരം കോൺഗ്രസ് ആണ് എന്ന് കോൺഗ്രസിന് അല്ലെങ്കിൽ വി.ഡി. സതീശന് കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം നൽകിയത്. അതായത് രാഹുലിന് പകരം മികച്ചൊരു വ്യക്തിയെ രാഹുലിന് പകരം മികച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ പാലക്കാടേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇനി ആര് അവിടെ നിർത്തിയാലും ശരി, രാഹുൽ അവിടെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കളി മാറുക രാഹുൽ ഷാഫി തമ്മിലായിരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതായത് രാഹുലിനെ വെട്ടാൻ ഷാഫി പറമ്പിലിനെ തന്നെ പാലക്കാടേക്ക് നിർത്തുമോ എന്നുള്ള ചോദ്യമാണ്. ഷാഫി പാലക്കാട് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി അവിടെ മത്സരിക്കുകയാണെങ്കിൽ ആരായിരിക്കും വിജയിക്കുക എന്ന ചോദ്യം വലിയ കൂടുതലാണ്. കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെല്ലുവിളി തങ്ങളോട് വേണ്ട, വെല്ലുവിളിക്കാറൊന്നും ആയിട്ടില്ല രാഹുൽ എന്ന മട്ടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ഇതുവരെയും എടുത്തിട്ടില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം MP-മാരെ മത്സരിക്കാനുള്ള നീക്കങ്ങൾ അത് വലിയ രീതിയിൽ തന്നെയാണ് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ മത്സരിക്കുകയാണെങ്കിൽ മന്ത്രിയായി വരാനുള്ള സാധ്യത തന്നെ വളരെ കൂടുതലാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം നടത്തിയ 1 മണിക്കൂർ നീണ്ട ആ അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് കണ്ണു നിറഞ്ഞ ഒരു ഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്നും തന്നെ പുറത്താക്കി എന്ന സംസാരം തുടങ്ങിയപ്പോഴാണ്. കോൺഗ്രസിൽ നിന്നും എന്നെ പുറത്താക്കിയെന്നറിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെയും അനുഭവിക്കാത്ത തരത്തിൽ മാനസിക സംഘർഷം, ഞാൻ കരഞ്ഞുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരിക്കൽ പോലും കരുതിയിരുന്നില്ല അങ്ങനെ ഒരു നീക്കം. പക്ഷേ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ പോയാലോ ആര് പോയാലോ ഒന്നും തന്നെ കോൺഗ്രസിനെ ഇപ്പോൾ തളർത്താൻ കഴിയില്ല. കാരണം പാർട്ടി മറ്റൊരു വലിയ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കേരളത്തിന്റെ വേദന കേട്ടാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. കോൺഗ്രസിൽ നിന്നും രാഹുലിനെ പുറത്താക്കാം, പക്ഷെ രാഹുലിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. കൃത്യമായി തന്നെയാണ് നീക്കങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാലക്കാട് രാഹുൽ ഇറങ്ങുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് രാഹുലിന്റെ നീക്കങ്ങൾ എന്തൊക്കെയെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. എന്നാൽ രാഹുൽ എന്നാൽ തൊടുത്തുവിട്ട തീ അത് കത്തുകയാണ്, പടരുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.